സ്വന്തം രാജ്യത്തെ അഹമ്മദിയ സമൂഹത്തെ അടിച്ചമർത്തുന്നവർ, അഫ്ഗാൻ അഭയാർത്ഥികളെ ക്രൂരമായി നാടുകടത്തുന്നവർ, വിശുദ്ധ റമദാൻ മാസത്തിൽ പോലും വ്യോമാക്രമണം നടത്തുന്നവർ എന്നിവർക്ക് മതപരമായ ഐക്യദാർഢ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ പാകിസ്ഥാന്റെ ഇസ്ലാമോഫോബിയ വാദങ്ങളുടെ മുനയൊടിച്ച് ഇന്ത്യ. തക്കം കിട്ടുമ്പോഴെല്ലാം ഇന്ത്യക്കെതിരെ വിഷം വമിക്കുന്ന പാകിസ്ഥാന്റെ തൊലി ഉരിക്കുകയായിരുന്നു ഇന്ത്യയുടെ UN-ലെ സ്ഥിരം പ്രതിനിധി ഹരീഷ് പർവതനേനി ഇസ്ലാമോഫോബിയ എന്നത് പാകിസ്ഥാൻ കെട്ടിച്ചമച്ച വെറും സാങ്കല്പിക കഥകൾ മാത്രമാണെന്നും ഒരു മതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ എല്ലാ വിശ്വാസികളെയും തുല്യമായി കാണാനാണ് ഐക്യരാഷ്ട്രസഭ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റെ പേര് നേരിട്ട് പരാമർശിക്കാതെ തന്നെ അയൽ രാജ്യത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളെ പർവതേനി എണ്ണി പറഞ്ഞു. സ്വന്തം രാജ്യത്തെ അഹമ്മദിയ സമൂഹത്തെ അടിച്ചമർത്തുന്നവർ, അഫ്ഗാൻ അഭയാർത്ഥികളെ ക്രൂരമായി നാടുകടത്തുന്നവർ, വിശുദ്ധ റമദാൻ മാസത്തിൽ പോലും വ്യോമാക്രമണം നടത്തുന്നവർ എന്നിവർക്ക് മതപരമായ ഐക്യദാർഢ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞു. ഇത്തരം പ്രവർത്തനങ്ങൾ പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ പരിഹസിക്കുകയായിരുന്നു. മതപരമായ വിവേചനത്തിനെതിരായ പോരാട്ടങ്ങളെ ഇന്ത്യ എപ്പോഴും പിന്തുണയ്ക്കുന്നു. എന്നാൽ ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ് മതങ്ങളുടെ ജന്മനാടായ ഇന്ത്യ എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പരിഗണന നൽകുന്ന വീടാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യങ്ങളൊന്നായ ഇന്ത്യയിൽ 200 ദശലക്ഷത്തിലധികം മുസ്ലിങ്ങൾ സമാധാനപരമായി വസിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിലടക്കം ഇന്ത്യൻ മുസ്ലിങ്ങൾ ജനാധിപത്യപരമായി തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. പാകിസ്ഥാന്റെ പ്രേരണയാൽ OIC ഇന്ത്യക്കെതിരെ ആവർത്തിച്ച് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഇന്ത്യയിലെ വിവിധ സമുദായങ്ങളുടെ സമാധാനപരമായ സഹവർത്തിത്വത്തോടുള്ള പാകിസ്ഥാന്റെ ശത്രുതയാണ് ഇസ്ലാമോഫോബിയ എന്ന പേരിൽ പുറത്തുവരുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ വിശ്വാസ്യത നിഷ്പക്ഷതയിലാണെന്നും 1981-ലെ പ്രഖ്യാപന പ്രകാരം ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസത്തിന് മുൻഗണന നൽകാതെ എല്ലാ മതങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ UN ബാധ്യസ്ഥനാണെന്നും ഹരീഷ് പർവതനേനി കൂട്ടിച്ചേർത്തു. അതേസമയം പാകിസ്ഥാൻ ഇപ്പോൾ താലിബാനെ തകർക്കാനുള്ള ശ്രമത്തിലാണ്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 400-ലധികം പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരണമായി അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ രംഗത്തെത്തിയിരുന്നു. അഫ്ഗാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ, മുൻ ക്യാപ്റ്റൻ മുഹമ്മദ് നബി എന്നിവർ പുണ്യമാസമായ റംസാനിൽ നടത്തിയ ക്രൂര ആക്രമണത്തിനെതിരെ രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ചു. കാബൂളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ സിവിലിയന്മാർ കൊല്ലപ്പെട്ടെന്ന വാർത്തകളിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. സിവിലിയന്മാർ വീടുകളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആശുപത്രികളോ ലക്ഷ്യം വെക്കുന്നത് അത് ബോധപൂർവമായാലും അബദ്ധമായാലും ഒരു യുദ്ധക്കുറ്റമാണ്. മനുഷ്യജീവനങ്ങളോടുള്ള ഈ കടുത്ത അവഗണന പ്രത്യേകിച്ച് വിശുദ്ധ റംസാൻ മാസത്തിൽ അങ്ങേയറ്റം അസ്വസ്ഥമാക്കുന്നുണ്ടെന്നും ആശങ്കാജനകവുമാണ്. ഇത് ഭിന്നതയ്ക്കും വിദ്വേഷത്തിനും മാത്രമേ കാരണമാകൂ. ഈ ക്രൂരകൃത്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഞാൻ ഐക്യരാഷ്ട്ര സംഘടനയോടും മറ്റു മനുഷ്യാവകാശ ഏജൻസികളോടും ആവശ്യപ്പെടുന്നു. ഈ ദുഷ്കരമായ സമയത്ത് ഞാൻ എൻ്റെ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്നു. നമ്മൾ ഉയർത്തെഴുന്നേൽക്കും ഇൻഷാ അള്ളാ എന്നാണ് റാഷിദ് ഖാൻ എക്സിൽ കുറിച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.